എല്ലാത്തിനും ഒരു സമയമുണ്ട് ദസ. പലരും പറയണ കാര്യമല്ലേ, ഞാൻ എപ്പോഴും പറയും. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല കേട്ടോ ആ സമയം. വളരെ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പണം ഉണ്ടാവില്ല, ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല, ഇങ്ങോട്ട് പോകണം, ഏത് വഴി ചൂസ് ചെയ്യണം എന്നൊന്നും അറിയാത്ത ആളുകളാണ് നമ്മളെങ്കിൽ അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട്, അതിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് നമുക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് വലിയ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാ ആളുകളുടെ കഥകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. കുറച്ച് പണം ഉണ്ടാവട്ടെ, ഒന്ന് കോൺഫിഡൻസ് ആവട്ടെ, എന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒന്ന് അനുകൂലമാവട്ടെ എന്നിട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകളോട്, അതെ, നമ്മൾ വിചാരിക്കണം പോലെ നമുക്ക് കോൺഫിഡൻസ് വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. പകരം നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടില്ല, ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയാ, നമുക്കൊക്കെ ആകെ കുറച്ച് സമയമുള്ളൂ ഇനി ബാക്കി, ഒന്നും ആലോചിച്ച് നിന്ന് സമയം കളയാണ്ട് ഇന്നൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട് പറയാം. ഈ സ്റ്റെപ്പ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തന്നെ വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തുടങ്ങാനുള്ള ധൈര്യം കാണിക്കുക, എന്നെ പോലെ സെറ്റാവുന്നേ.